ഇന്ന് നമുക്കൊരു ഉപനിഷത്ത് കഥ കേട്ടാലോ? ബൃഹദാരണ്യകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കഥയാണ്. പ്രജാപതിയുടെ മക്കളാണ് ദേവന്മാരും മനുഷ്യരും അസുരന്മാരും. 3 കൂട്ടരും 3 സ്വഭാവക്കാർ. തമ്മിൽ ഇവരത്ര സുഖത്തിലല്ല. കാരണം സ്വഭാവ വൈജാത്യം തന്നെ. എന്നാൽ മൂവരും ഒരു കാര്യത്തിൽ തുല്യരായിരുന്നു. എന്തിലെന്നല്ലേ? അസംതൃപ്തിയിൽ. മൂവർക്കും തൃപ്തിയില്ല. അതുകൊണ്ട് തന്നെ സുഖവും നാസ്തി. സംതൃപ്തമായ ജീവിതം നയിക്കണമെന്ന് 3 കൂട്ടർക്കും ആഗ്രഹമുണ്ട്. അതിനായി അവർ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല? തങ്ങളുടെ അസംതൃപ്തിയുടെ കാരണം എന്തെന്നറിയാൻ അവർക്കായില്ല. കാരണമറിഞ്ഞാലല്ലേ ചികിത്സിക്കാൻ പറ്റൂ. മൂവരും പ്രജാപതിയുടെ അടുത്തെത്തി തങ്ങളുടെ സങ്കടമുണർത്തിച്ചു. അച്ഛാ, ഞങ്ങൾക്കുണ്ണാനും ഉടുക്കാനും താമസിക്കാനും ഒന്നും അങ്ങയുടെ അനുഗ്രഹത്താൽ ഒരു കുറവുമില്ല. എന്നാൽ ഞങ്ങളുടെ മനസ്സ് തൃപ്തമല്ല. എന്താണ് അതിന് കാരണമെന്നറിയില്ല. അങ്ങ് ഞങ്ങളുടെ ഈ ദുഃഖത്തിന് നിവൃത്തിയുണ്ടാക്കി തന്നാലും. പ്രജാപതി പറഞ്ഞു, മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഇവിടെ എൻ്റെ അടുക്കൽ കുറച്ചുനാൾ ബ്രഹ്മചാരികളായി താമസിക്കൂ. അതിനിടയ്ക്ക് നിങ്ങളുടെ സങ്കടം പരിഹരിക്കാൻ ഞാൻ വേണ്ടത് ചെയ്യാം. പ്രജാപതിയുടെ നിർദ്ദേശപ്രകാരം അവർ അവിടെ കുറേ നാൾ ബ്രഹ്മചര്യത്തോടെ താമസിച്ചു. യമനിയമാദികളെല്ലാം ശീലിച്ചു. ബ്രഹ്മചര്യകാലം കഴിഞ്ഞപ്പോൾ ദേവന്മാർ പ്രജാപതിയോട് പറഞ്ഞു, ഭഗവൻ ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നാലും. പ്രജാപതി ദ എന്ന ഒരക്ഷരം അവർക്ക് ഉപദേശിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായോ? ദേവന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായി. ദമം ശീലിക്കാനല്ലേ അങ്ങ് ഞങ്ങളോട് പറഞ്ഞത്? പ്രജാപതി അതെ, നിങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കിയെന്ന മറുപടി നൽകി. ദേവന്മാർ സുഖലോലുപരാണ്. അവർക്ക് പല വിശിഷ്ട ഗുണങ്ങളുമുണ്ട്. പക്ഷേ അവരുടെ ഇന്ദ്രിയങ്ങൾക്ക് അടക്കമില്ല. ഇന്ദ്രിയ നിഗ്രഹമില്ലാത്തതിനാൽ പല അപകടങ്ങളിലും അവർ ചെന്ന് ചാടാറുമുണ്ട്. സംതൃപ്തിയിലേക്കുള്ള ഒന്നാമത്തെ പടി ഇന്ദ്രിയ നിഗ്രഹമാണ്. അതാണ് ദമം. അനന്തരം മനുഷ്യർ പ്രജാപതിയെ ഉപദേശത്തിനായി സമീപിച്ചു. പ്രജാപതി അവർക്കും ദ എന്ന അക്ഷരത്തെ തന്നെ ഉപദേശിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായോ? മനുഷ്യർ പറഞ്ഞു, മനസ്സിലായി. ദാനം ശീലിക്കാനല്ലേ അങ്ങ് ഞങ്ങളെ ഉപദേശിച്ചത്? പ്രജാപതി പറഞ്ഞു, അതെ, നിങ്ങൾ ശരിയായി തന്നെ മനസ്സിലാക്കി. മനുഷ്യർ സ്വതവേ ലോഭികളാണ്. സമ്പത്ത് കൂട്ടി വയ്ക്കാനാണ് അവർക്കിഷ്ടം. ഒരു പൈസ പോലും ആർക്കും കൊടുക്കില്ല. അതിനാൽ ദാനം പരിശീലിക്കാനായി ദത്ത എന്നാണ് പ്രജാപതി തങ്ങളോട് പറഞ്ഞതെന്ന് മനുഷ്യർ ധരിച്ചു. അവസാനം അസുരന്മാർ പ്രജാപതിയെ സമീപിച്ചു. അവർക്കും ദ എന്ന അക്ഷരം തന്നെ ഉപദേശമായി ലഭിച്ചു. പ്രജാപതി അവരോടും നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അസുരന്മാർ പറഞ്ഞു, മനസ്സിലായി. ദയാലുക്കളാകുവിൻ എന്നല്ലേ അങ്ങ് ഞങ്ങളെ ഉപദേശിച്ചത്? പ്രജാപതി അത് ശരിവച്ചു. അസുരന്മാർ ക്രൂര സ്വഭാവികളാണ്. അന്യരെ ഉപദ്രവിക്കുന്നതിൽ അവർക്ക് എന്ത് താല്പര്യമാണെന്നോ ദയ ശീലിച്ചതോടെ അവർ തൃപ്തരായി. അവിടെ ദേവന്മാർ, മനുഷ്യർ, അസുരന്മാർ എന്നൊക്കെ പറഞ്ഞത് മനുഷ്യരിൽ തന്നെ സ്വഭാവ വ്യത്യാസമനുസരിച്ചുള്ള വിഭാഗങ്ങളാകാം. സൽസ്വഭാവികളെങ്കിലും ഇന്ദ്രിയ നിഗ്രഹമില്ലാത്തവരാണ് ദേവന്മാർ. കാമികളും ലോഭികളുമായവർ മനുഷ്യർ. ക്രൂരന്മാരും അന്യരെ ദ്രോഹിക്കുന്നവരുമാണ് അസുരന്മാർ. ഇടിമുഴക്കം നാം എല്ലാം കേട്ടിരിക്കും. എന്താണ് മുഴങ്ങി കേൾക്കുന്ന ശബ്ദമെന്ന് നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദാ 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 എന്ന ശബ്ദത്തിൻ്റെ മുഴക്കമാണിത്. ദമം ശീലിക്കുവിൻ, ദാനം ചെയ്യുവിൻ, ദയയുള്ളവരായിരിക്കുവിൻ എന്നാണ് ഇടിമുഴക്കം നമ്മോട് ഉപദേശിക്കുന്നത്. എന്തിന് ദമവും ദയയും ദാനവും ശീലിക്കണം? നമുക്കൊക്കെ സുഖം വേണം. ദുഃഖം ഉണ്ടാവുകയും അരുത്. ദുഃഖം ഉണ്ടാകാതിരിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ഉപേക്ഷിക്കണം. കാമം, ക്രോധം, ലോഭം എന്നീ 3 ദുർഗുണങ്ങളാണ് എല്ലാവിധ ദുഃഖത്തിൻ്റെയും അടിസ്ഥാന കാരണങ്ങൾ. കാരണം നശിച്ചാലേ കാര്യവും നശിക്കൂ. അതുകൊണ്ട് കാമത്തെ ദമം കൊണ്ടും
ക്രോധത്തെ ദയ കൊണ്ടും ലോഭത്തെ ദാനം കൊണ്ടും ജയിക്കണം. അങ്ങനെ കാമക്രോധ ലോഭങ്ങളെ ജയിച്ചാൽ മനസ്സ് സംതൃപ്തമാകും. സംതൃപ്ത മനസ്സിൽ ശാന്തി ഉണ്ടാകും. ശാന്തി സുഖത്തെ നൽകും. ഈ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ശ്രീ ഋഷിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു കഥയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.